നമസ്കാരം. പാകിസ്ഥാനുമായി TIR സർവീസ് ആരംഭിച്ച് ഇന്ത്യക്കെതിരെ പുതിയ കരുക്കൾ നീക്കിയിരിക്കുകയാണ് ചൈന. അങ്ങനെ പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും വിപണിയിലാക്കിയുള്ള ഇന്ത്യയുടെ വ്യാപാര നീക്കങ്ങൾക്കാണ് പാകിസ്ഥാനും ചൈനയും ഒത്തുചേർന്ന് തടസ്സമിടാൻ തുടങ്ങിയിരിക്കുന്നത്. ചരക്ക് കയറ്റുമതി ചെയ്യുന്നയിടത്തു നിന്നും എല്ലാവിധ പരിശോധനയും പൂർത്തീകരിച്ചാൽ പിന്നീട് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ മാത്രം തുറക്കുന്ന സർവീസ് രീതിയാണ് TIR സർവീസ്. ഇതുപ്രകാരമുള്ള ആദ്യ ചരക്ക് നീക്കം ചൈന UAE-യിലേക്ക് ആരംഭിച്ചു. പ്രതിരോധ രംഗത്തും സാമ്പത്തിക മേഖലയിലും ഇന്ത്യയോട് മത്സരാത്മക നിലപാട് സ്വീകരിച്ചിട്ടുള്ള രാജ്യമാണ് ചൈന. പാകിസ്ഥാനും ചൈനയും നിലവിലെത്തിയിരിക്കുന്ന പുതുധാരണ പ്രകാരമുള്ള TIR സർവീസ് ഇരു രാജ്യങ്ങൾക്കും നേട്ടമാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന G20 ഉച്ചകോടിയിലാണ് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും അതുപോലെ മറ്റ് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിലേക്കും ചരക്കുകൾ എത്തിക്കുവാനുള്ള പാതയെ സംബന്ധിച്ച ധാരണയിലെത്തിയത്. ഇന്ത്യക്കൊപ്പം UAE, സൗദി അറേബ്യ, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവർ സഹകരിച്ചാണ് നിർദ്ദിഷ്ട പാത യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നത്. ഇതിനായുള്ള ശ്രമങ്ങൾക്കിടെയാണ് ചൈനയും പാകിസ്ഥാനും പുതിയ നീക്കം നടത്തിയിരിക്കുന്നത്. ഈ നീക്കത്തിലൂടെ ഇരു രാജ്യങ്ങളും ഉന്നം വെക്കുന്നത് ഇന്ത്യയുടെ ലക്ഷ്യകേന്ദ്രങ്ങളായ പശ്ചിമേഷ്യയെയും യൂറോപ്പിനെയും തന്നെയാണ്. ഇന്ത്യ വിഭാവനം ചെയ്തിരിക്കുന്ന നിർദ്ദിഷ്ട ചരക്കുപാതയെ അമേരിക്ക പിന്തുണച്ചതിന്റെ പ്രധാന കാരണം തന്നെ ചൈനയ്ക്ക് പ്രതിരോധമിടുക എന്ന ഏക ലക്ഷ്യം മുൻനിർത്തിയാണ്. എന്നാൽ ആ പദ്ധതി യാഥാർത്ഥ്യമാകും മുമ്പേ തന്നെ ചൈനയുടെ പദ്ധതി ഫലമണിഞ്ഞെന്നു തന്നെ പറയാം. TIR സർവീസ് പ്രകാരം ചരക്കുകൾ വിവിധ രാജ്യങ്ങളിലൂടെ കടന്നുപോകുമെങ്കിലും അവ ഓരോ രാജ്യത്തും പരിശോധിക്കപ്പെടുകയില്ല. അതിനാൽ തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ തടസ്സമില്ലാതെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ചരക്കുകൾ എത്തിക്കാനും സാധിക്കും. നിലവിൽ ചൈനയിൽ നിന്നുള്ള ചരക്കുകൾക്ക് TIR സർവീസ് അനുവദിച്ചിരിക്കുന്ന പാകിസ്ഥാൻ വരും നാളുകളിൽ കൂടുതൽ രാജ്യങ്ങളുമായി ഈ സർവീസ് പ്രാവർത്തികമാക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. അങ്ങനെ ലോകത്തെ എല്ലാ വൻ നഗരങ്ങളിലും തങ്ങളുടെ ചരക്കുകൾ എത്തിക്കാനുള്ള സ്വപ്നമാണ് പാകിസ്ഥാൻ കാണുന്നത്. ചൈനയുമായുള്ള TIR സർവീസ് പദ്ധതി വടക്കൻ പാകിസ്ഥാൻ അതിർത്തിയിലൂടെയാണ് കടന്നുപോകുന്നത്. പാകിസ്ഥാനിലെ ഗിൽജിത്ത്, ബാൾട്ടിസ്ഥാൻ മേഖലയിലേക്ക് കടക്കുന്ന ചരക്കുകൾ അവിടെ നിന്നും തുറമുഖം വഴിയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കുക. ഇതുവഴിയുള്ള ആദ്യ ചരക്കു നീക്കം ചൈനയിലെ കഷ്കറിൽ നിന്നും ഗുഞ്ചറാബ് പാസ് വഴിയാണ് പാകിസ്ഥാനിലെ സുസ്തിയിലെത്തിയത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റോഡ് പാതയാണ് സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായ ഗുഞ്ചറാബ് പാസ്. പാകിസ്ഥാനിൽ നിന്നും ഖാദ്വാർ തുറമുഖം വഴി കപ്പൽ മാർഗമാണ് ചരക്കുകൾ UAE-യിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അതേസമയം ഇന്ത്യ വിഭാവനം ചെയ്തിരിക്കുന്ന ചരക്കുപാതയ്ക്ക് അമേരിക്കയ്ക്കൊപ്പം തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നുമെല്ലാം വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ നിർദ്ദിഷ്ട പാത മുംബൈ തുറമുഖത്തു നിന്നുമാണ് തുടക്കമിടുന്നത്. അവിടെ നിന്ന് കപ്പൽ മാർഗം ഗൾഫിലേക്കും പിന്നീട് റോഡ്, റെയിൽ ഗതാഗത മാർഗങ്ങൾ വഴി ഇസ്രയേലിലേക്കും പിന്നീട് കപ്പൽ മാർഗം ഗ്രീസിലേക്കുമാണ് നിർദ്ദിഷ്ട വ്യാപാര ഇടനാഴി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ പാത കടന്നുപോകുന്ന രാജ്യങ്ങളുടെയെല്ലാം പിന്തുണ ലഭിച്ച സ്ഥിതിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തീകരിച്ചാലുടൻ ഇതുവഴിയുള്ള ചരക്ക് ഗതാഗതം ഇന്ത്യക്ക് സാധ്യമാകും. ഇതിന്റെ ഭാഗമായി നിരവധി ചർച്ചകളും വിജയകരമായി പൂർത്തിയാക്കുകയുണ്ടായി. വാർത്തയുടെ നിറം തേടി തനിനിറം.